പല ശബ്ദങ്ങളും കേട്ട് രാവണൻ ഉറക്കത്തിൽ നിന്നുണർന്നു. രാമന്റെ ഞാണുലിയും പൗരജനങ്ങളുടെ രോദനവും കേട്ടാണ് അദ്ദേഹം ഉണർന്നത്. അദ്ദേഹം കുംഭകർണന്റെ പുത്രന്മാരെ ആഹ്വാനം ചെയ്തു. രാമന്റെ സൈന്യത്തോട് പടപൊരുതുവാൻ പാഞ്ഞു നയിക്കുകയും ചെയ്തു. അവർ കുംഭനികുംഭന്മാരായിരുന്നു. അവരുടെ കൂടെ മറ്റു പല യോദ്ധാക്കളും ഉണ്ടായിരുന്നു. വാനരന്മാരെ നശിപ്പിക്കുവാൻ ഉറച്ചുകൊണ്ട് പിന്നെയും ഒരു മഹാസൈന്യത്തിന്റെ ജൈത്രയാത്ര ലങ്കയിൽ നിന്ന് പുറപ്പെട്ടു. ആകാശത്തിൽ ചന്ദ്രൻ ഉദിച്ചു പൊന്തിയിരുന്നു. നക്ഷത്രങ്ങൾ അവയുടെ മങ്ങിയ വെളിച്ചം ഭൂമിയിൽ പ്രചോദിപ്പിച്ചിരുന്നു. രാക്ഷസ രാജകുമാരന്മാർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങിയിരുന്നു. രാജകുമാരൻ ധരിച്ചിരുന്ന രത്നങ്ങൾ യുദ്ധഭൂമിയിലെ ആയിരം നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ആകാശം പോലെ യഗതാക്കി തീർന്നു. ചന്ദ്രനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള പ്രകാശം, രാജകുമാരന്മാർ ധരിച്ചിരുന്ന രത്നങ്ങളിൽ നിന്നുള്ള പ്രകാശം, നഗരത്തെ നക്കിത്തുടയ്ക്കുന്ന തീനാളങ്ങളുടെ ചുവപ്പ് എല്ലാം ചേർന്ന ഘോരവും അസാധാരണവുമായ ഒരുതരം വെളിച്ചമാണ് അവിടെ വ്യാപിച്ചിരുന്നത്. അത് ഭീതിജനകവുമായിരുന്നു. യുദ്ധത്തെപ്പറ്റിയുള്ള ചിന്തയാൽ വാനര സൈന്യം വലിയ വികാരം പൂണ്ടു. ആവേശഭരിതരുമായി. ബ്രഹ്മാസ്ത്രത്തിന്റെ ആഘാതത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാൽ ഒരു കാലത്തും ആർക്കും തങ്ങളെ ഉപദ്രവിക്കാനാവില്ലെന്നൊരു തോന്നൽ അവർക്കുണ്ടായി. യുദ്ധഭൂമിയിൽ അവിടെയായി വാഗ്വാദങ്ങളുണ്ടായി. ആ വാഗ്വാദം തമ്മിലടിയായും ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കപ്പെടലായും പാറകളും വൃക്ഷങ്ങളും വലിച്ചെറിയലായും രൂപാന്തരപ്പെട്ടു. അംഗദൻ അകമ്പനെ എതിർത്തു. അകമ്പനൻ കുംഭനികുംഭന്മാരെ പോലെ തന്നെ ഒരു വീരനായിരുന്നു. എങ്കിലും ഒരു വലിയ പാറക്കഷ്ണം കൊണ്ട് അംഗദൻ അദ്ദേഹത്തെ കൊല്ലുവാൻ കഴിഞ്ഞു. 3 രാക്ഷസന്മാർ കൂടി വന്ന് അംഗദനോട് എതിർത്തു. അംഗദനെ സഹായിക്കുവാൻ മൈന്ധനും ദ്വിവിധനും എത്തി. ഈ 2 സംഘങ്ങളിലും തമ്മിൽ ഒരു ഘോര യുദ്ധം നടന്നു. വാനര വീരന്മാർ രാക്ഷസരെ ഓരോരുത്തരായി കൊന്നു. രാക്ഷസ സൈന്യം രക്ഷയ്ക്കായി കുംഭന്റെ അടുത്ത് പാഞ്ഞെത്തി. അദ്ദേഹം അംഗദന്റെ അടുത്ത് ചെന്ന് ഒരു ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെട്ടു. തന്റെ ചങ്ങാതിമാരുടെ മരണത്തിന് പകരം വീട്ടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കുംഭൻ ഒരു താണതരം യോദ്ധാവൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശരങ്ങൾ വിദ്യുൽപാദങ്ങൾ പോലെ തന്നെയായിരുന്നു. അവ ആകാശത്തിലൂടെ വിദ്യുലേഖ പോലെ പാഞ്ഞു. അവസാന യാമത്തിലെ കനം കുറഞ്ഞ ഇരുട്ടിലൂടെ അവ മിഴിവാർന്ന തിളക്കത്തോടെ മിന്നിമറഞ്ഞു. അംഗദനോടൊപ്പം ഉണ്ടായിരുന്ന ദ്വിവിധൻ ശരങ്ങളാൽ പരിക്കേൽപ്പിക്കപ്പെട്ടു. മൈന്ധനും കുംഭനാൽ പരിക്കേൽപ്പിക്കപ്പെട്ടു. അംഗദൻ ചങ്ങാതിമാരുടെ സഹായത്തിനെത്തി. വളരെ നേരത്തെ യുദ്ധത്തിന് ശേഷം അംഗദനും ബോധമറ്റ് നിലത്ത് വീണു. വാനര സൈന്യം രാമന്റെ അടുത്ത് പാഞ്ഞെത്തി. നടന്ന അനിഷ്ട സംഭവങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. കുംഭനോട് യുദ്ധം ചെയ്യുവാൻ ജാമ്പവാൻ പുറപ്പെട്ടു. സുഷേണനും അദ്ദേഹത്തോടൊപ്പം പോയി. സുഗ്രീവനും അവരോടൊത്തു ചേർന്നു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കുംഭൻ ഒരു മഹാവില്ലാളിയാണെന്ന് സുഗ്രീവന് ബോധ്യം വന്നു. ബഹുമാനപൂർവ്വം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ശരപ്രയോഗത്തിലുള്ള അങ്ങയുടെ പ്രാവീണ്യത്താൽ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ബാണം കൊണ്ടുള്ള യുദ്ധകളിൽ അങ്ങയുടെ വല്യച്ഛനായ രാവണനെ പോലെ തന്നെയാണ്. വീര്യത്തിൽ അങ്ങ് പ്രഹ്ലാദനെ പോലെയും ഭാര്യയെപ്പോലെയും ഇന്ദ്രൻ, വരുണൻ, കുബേരൻ എന്നിവരെ പോലെയുമാണ്. ശക്തിയിലും സ്വഭാവത്തിലും അങ്ങയുടെ അച്ഛനെ പോലെയാണ്. ഞാൻ അങ്ങയെ സർവ്വതാ ബഹുമാനിക്കുന്നു. ദേവന്മാർക്കും അങ്ങയുടെ മുമ്പിൽ ധൈര്യമായി നിൽക്കുവാനാവില്ല. എന്നാൽ അങ്ങയുടെ സമനാണ് ഞാനും. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരങ്ങൾ മൂലമാണ് അങ്ങയുടെ വല്യച്ഛൻ മഹാനായത്. കായിക ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ അച്ഛനായ കുംഭകർണൻ ദേവലോകത്തെ ഒട്ടാകെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങയുടെ ശൗര്യം രണ്ടിൻ്റെയും സവജ്ഞസതാ സമ്മേളനമാണ്. പ്രയോഗത്തിൽ അങ്ങയുടെ പ്രാവീണ്യം ഇന്ദ്രജിത്തിന് തുല്യമാണ്. ശൗര്യത്തിൽ അങ്ങ് രാവണനെ പോലെ തന്നെയാണ്. അങ്ങയുടെ വംശത്തിൽ അങ്ങൊരു രത്നമാണ്. ഞാനും അങ്ങയും തമ്മിലുള്ള യുദ്ധം ഇന്ദ്രനും ശംഭരനും തമ്മിലുണ്ടായ യുദ്ധം പോലെയാവും. വരൂ, നമുക്ക് യുദ്ധം ചെയ്യുവാം. എനിക്കങ്ങയെ കൊല്ലുവാൻ മനസ്സ് വരുന്നില്ല. അങ്ങ് അത്ര വലിയ യോദ്ധാവായി എനിക്ക് തോന്നുന്നു. അങ്ങ് മരിച്ചാൽ അത് രാക്ഷസ വംശത്തിനൊരു വലിയ നഷ്ടമായി തീരും. എന്നിരുന്നാലും നമ്മൾ അന്യോന്യം എതിർഭാഗങ്ങളിൽപ്പെട്ടവരാകിയാൽ യുദ്ധം ചെയ്യുവാതെ നിർവാഹമില്ലെന്ന് വന്നിരിക്കുന്നു. അതും ഒരവസാനം കാണും വരെ. സുഗ്രീവന്റെ ധീരരോധതയിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളിലും കുംഭൻ അതിപ്രീതനായി. എന്നിരുന്നാലും സുഗ്രീവൻ തന്നേക്കാൾ ഉപരിയാണെന്ന് നിർദ്ദേശിച്ച വാക്കുകൾ അദ്ദേഹത്തെ കോപിഷ്ഠനാക്കുകയും ചെയ്തു. ഇരുകൈകൊണ്ടും അദ്ദേഹം സുഗ്രീവനെ കടന്നു പിടിച്ചു. അവർ അന്യോന്യം മല്ലുപിടിച്ചു. അവർ പൊരുതുന്നത് ലോകർ അനകാതെ നിന്ന് കാണുകയും ചെയ്തു. അവരുടെ ശക്തമായ പാദപ്രയോഗത്തിന്റെ കൂട്ടിയടികൾ ഉയർന്നു വന്നു. കടൽ പാമ്പുകൾ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. ഒടുവിൽ തന്റെ പ്രബലമായ മുഷ്ടി കൊണ്ട് ഒരിടി കൊടുത്ത് സുഗ്രീവൻ കുംഭനെ നിലത്തു വീഴ്ത്തി.
അങ്ങനെ ആ കുംഭകർണപുത്രൻ മരിക്കുകയും ചെയ്തു. അദ്ദേഹം വീണപ്പോൾ രാക്ഷസ നിരകൾ കൊടുംഭീതി പടർന്നു. കുംഭനെ ആർക്കും തോൽപ്പിക്കുവാനാവില്ലെന്നാണ് അവർ കരുതിയിരുന്നത്. നികുംബൻ തന്റെ സഹോദരന്റെ മരണം നേരിൽ കണ്ടു. ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദുഃഖത്തിന്റെ സ്ഥാനത്ത് കോപം വന്ന് കയറുകയും ചെയ്തു. അദ്ദേഹം വാനര സൈന്യത്തിന്റെ നേരെ ഒരു ചുഴലിക്കാറ്റുപോലെ പാഞ്ഞു ചെന്നു. അദ്ദേഹം ഉലക്ക് പോലുള്ള ഒരു ആയുധം കയ്യിലെടുത്ത് ചുഴറ്റി. അതൊരു അഗ്നിചക്രം പോലെ തോന്നിപ്പെട്ടു. ഇതുകൊണ്ട് അദ്ദേഹം അസംഖ്യം വാനരന്മാരെ നശിപ്പിച്ചു തുടങ്ങി. അവർക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അടുക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ ഹനുമാൻ മുൻനിരയിലേക്ക് കയറി അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. ഉലക്ക ചുഴറ്റിയുള്ള ഒരടി ഹനുമാന്റെ മാറിലേറ്റു. ആ അടിയിൽ ഹനുമാൻ ബോധമറ്റു വീഴുമെന്ന് വിചാരിച്ച് ഏവരും കാത്തുനിന്നു. എന്നാൽ ആ ഉലക്ക 1000 കഷണങ്ങളായി ഉടയുകയാണ് ഉണ്ടായത്. ഹനുമാനെ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ അകം കിലുങ്ങും പോലെ, പർവ്വതം കുലുങ്ങും പോലെ ഒരു നിമിഷം ഹനുമാന്റെ ഹൃദയം ഒന്ന് പിടിച്ചു. നിമിഷങ്ങൾക്കകം അദ്ദേഹം സ്വസ്ഥത വീണ്ടെടുക്കുകയും ചെയ്തു. കോപാവശ്യത്തോടെ ഹനുമാൻ മുഷ്ടികളെ കൂട്ടിയിടിച്ച് വിരലുകൾ ചുരുട്ടി നികുംബന്റെ മാറത്തൊരിടി കൊടുത്തു. അതോടെ യുവരാജകുമാരന്റെ പടച്ചട്ട പൊളിഞ്ഞു. രക്തം കുടുകുടാ ഒഴുകി. ഇരുവരും ഒരു കടുംപിടത്തിൽ ബന്ധിക്കപ്പെട്ടു. കുംഭനും വാനര രാജാവും തമ്മിൽ ചെയ്തതുപോലെ അല്പം കഴിഞ്ഞ് ഹനുമാൻ അദ്ദേഹത്തെ നിലത്തേക്ക് തള്ളിയിട്ടു. മാറത്ത് കയറിയിരിക്കുകയും ചെയ്തു. അദ്ദേഹം നികുംബനെ ഞെക്കിക്കൊന്നു. ശിരസ് പിരിച്ചു മറിച്ച് വേറെയാക്കുകയും ചെയ്തു. നികുംബൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വാനരന്മാർ സന്തോഷാധിക്യത്താൽ അത്യുഗ്രമായ ഒരു ഗർജനം മുഴക്കി. ആ ശബ്ദം 4 പാട് മലയടിച്ചു. മിക്കവാറും അന്ധവിശ്വാസ ജടിലമെങ്കിലും രാക്ഷസന്മാർ ഈ കുരങ്ങന്മാരുടെ കൂട്ടത്തിനു മുമ്പിൽ തങ്ങളുടെ അസ്ത്രശസ്ത്രങ്ങളും വീരശൗര്യങ്ങളും വെറുതെയാവുന്നു എന്നവർ അറിഞ്ഞു. കുരങ്ങന്മാരിൽ ഒരുവനും വില്ലും ശരവും ഉപയോഗിക്കാൻ അറിഞ്ഞിരുന്നില്ല, അഥവാ ഒരു വാളുപോലും. എന്നിട്ടും ഏത് യുദ്ധത്തിനും അവർക്കാണ് മുൻതൂക്കമെന്ന് തോന്നിപ്പോയി. ആഗ്നേയാസ്ത്രം ആവാഹിച്ച് രാവണന്റെ മറ്റൊരു മഹായോദ്ധാവായ മകരാക്ഷനെ രാമൻ കൊന്നുകഴിഞ്ഞിരുന്നു. വാനരന്മാരും രാമലക്ഷ്മണന്മാരും കൂടി തന്റെ സൈന്യത്തിന്റെ കൂട്ടക്കുല നടത്തിയത് കേട്ടപ്പോൾ രാവണന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. അദ്ദേഹം തന്റെ പുത്രനായ ഇന്ദ്രജിത്തിനെ വിളിച്ചു വരുത്തി കുംഭനികുംബന്മാരെ വധിച്ച കഥ അറിയിച്ചു. രാവണൻ തുടർന്നു, നീ പോയി വീണ്ടും യുദ്ധം ചെയ്യുക. വേണ്ടി വന്നാൽ നിന്റെ മായാതന്ത്രങ്ങൾ ഉപയുക്തമാക്കുക. നീ അതീവ വീരനാണ്. ആ രാമനെയും ലക്ഷ്മണനെയും തോൽപ്പിക്കുവാനുള്ള കഴിവ് നിനക്കുണ്ടാവണം. നീ ഇന്ദ്രജിത്താണല്ലോ. ഈ 2 പേരെ നിനക്ക് കൊല്ലുവാൻ കഴിയില്ലെന്ന് ഞാൻ എന്തിനു വേവലാതിപ്പെടണം. ഇന്ദ്രജിത്തിന് പോകുവാൻ ഉത്സാഹമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ പതിവനുസരിച്ച് അദ്ദേഹം ഒരു യാഗം നടത്തി. അഗ്നിയിൽ ആജ്യാതിഹൂതികൾ നടത്തി. അതിലേക്ക് ബലിയും അർപ്പിച്ചു. നല്ല ലക്ഷണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായത്. അഗ്നി ഭഗവാൻ അദ്ദേഹത്തോട് പതിവ് പോലെ ഹോമകുണ്ഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തനിത്തങ്കം പോലെ പ്രകാശിച്ചുകൊണ്ട് തനിക്കർപ്പിച്ച ഹവിർഭാഗം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ദ്രജിത്ത് ഹോമനാഥങ്ങളാൽ ദേവദാനവന്മാരെ പ്രീതിപ്പെടുത്തിയ ശേഷം യഥേഷ്ടം പെട്ടെന്ന് പ്രത്യക്ഷമാകുകയും അപ്രത്യക്ഷമാവുന്നതുമായ തൻ്റെ രഥത്തിനെടുത്ത് ചെന്നു. ഉന്നതകുല ജാതങ്ങളായ പടക്കുതിരികളെ മുഖം വെച്ചു. രഥത്തിൻ്റെ ഉപരിഭാഗത്ത് സ്വർണഭാവമായ താഴികക്കുടങ്ങൾ തിളങ്ങിയിരുന്നു. സ്വർണത്തിൽ മുക്കിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊടിയും. ബ്രഹ്മാസ്ത്രത്താൽ ഇന്ദ്രജിത്ത് സുരക്ഷിതനായിരുന്നു. രഥത്തിനും പല ദിവ്യശക്തികളും ഉണ്ടായിരുന്നു. ഇന്ദ്രജിത്തിനെ ആർക്കും ഉപദ്രവിക്കുവാൻ കഴിയുമായിരുന്നില്ല. രാമന്റെയും ലക്ഷ്മണന്റെയും കൈവശമുള്ള അനിതര സാധാരണമായ അസ്ത്രങ്ങൾക്ക് പോലും മന്ത്രോച്ചാരങ്ങൾക്കും അദ്ദേഹം തൻ്റെ ഹോമം മുഴുമിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ ആത്മകഥം ചെയ്തു, യുദ്ധഭൂമിയിൽ നിന്ന് ഞാൻ വിജയം കൈവരിക്കും. ദണ്ഡകാരുണ്യത്തിൽ തെണ്ടിത്തിരിഞ്ഞു നടന്നിരുന്ന ഈ കള്ളസന്യാസിമാരെ ഞാൻ കൊല്ലും. എൻ്റെ കടപ്പാട് എന്ന നിലയിൽ ഞാൻ എൻ്റെ വിജയം അച്ഛൻ്റെ കാലത്തിൽ കാഴ്ചവെക്കും. കുരങ്ങന്മാരെ ഈ ലോകത്തിന് ഉന്മൂലനം തന്നെ ചെയ്തു തുടങ്ങി ഞാൻ. അദ്ദേഹം മറഞ്ഞു പെട്ടെന്ന് യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രഥത്തിൽ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. എന്നാൽ അധികവും വില്ലും ശരങ്ങളുമായിരുന്നത് താനും. തൻ്റെ സൈന്യത്തിന് നേരെ ശരവർഷം ചെയ്തിരുന്ന ആ സഹോദരന്മാരുടെ അടുത്ത് അദ്ദേഹം ചെന്നു. മഴത്തുള്ളികൾക്ക് പകരം ശരങ്ങൾ വർഷിക്കുന്ന ഒരു മേഘമായി തീർന്നു അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്ന മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം കോസല സഹോദരന്മാരോട് യുദ്ധത്തിലേർപ്പെട്ടു. അവരും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. സൂര്യനെ പോലെ പ്രകാശനമയങ്ങളായിരുന്നു അവ അസംഖ്യമായിരുന്നതിനാൽ കാണുവാൻ കഴിഞ്ഞില്ല. ആരാലും കാണപ്പെടാത്ത ഇന്ദ്രജിത്ത് ആകാശത്തെ പുകകൊണ്ട് ഇരുളാക്കി. മഞ്ഞും ഇരുളും 4 ദിക്കിലും വലയം ചെയ്തു. അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം അറിവായിരുന്നു. ആ വില്ലിൽ നിന്ന് പ്രവഹിച്ചു വരുന്ന ശരങ്ങൾ കാരണം അതറിയാം. കുതിരകളുടെ കുളമ്പടിയോ വില്ലിൻ്റെ ഞാണൊലിയോ ആരും കേട്ടില്ല. അമ്പുകളുടെ വേദന മാത്രം അനുഭവിച്ചറിഞ്ഞു. നാരാജമെന്ന് പറയുന്ന ശരങ്ങളാണ് അദ്ദേഹം തുടർച്ചയായി അയച്ചുകൊണ്ടിരുന്നത്.
രാമനെ അദ്ദേഹം പരിക്കേൽപ്പിച്ചു. മഴയിൽ മുങ്ങിയ 2 പർവ്വതങ്ങൾ പോലെ ആ കോസല സഹോദരന്മാർ നിലകൊണ്ടു. ഇന്ദ്രജിത്ത് ഉണ്ടെന്നൂഹിക്കപ്പെട്ട സ്ഥാനത്തേക്ക് അവർ നിർത്താതെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. അവ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച് നിലത്ത് വീണു. അവയുടെ അഗ്രങ്ങൾ അദ്ദേഹത്തിന്റെ രക്തത്താൽ ചുവന്ന നിറമായിട്ട് ഇന്ദ്രജിത്ത് അയച്ചിരുന്ന ശരങ്ങളെ രാജകുമാരന്മാരുടെ ശരങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്തു. ഇന്ദ്രജിത്ത് വായുവേഗത്തിൽ ആകാശത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം രാജകുമാരന്മാരെ അളവറ്റ് ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവരുടെ ശരീരങ്ങൾ രക്തം കൊണ്ട് മൂടി. നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന 2 പ്ലാശുമരങ്ങൾ പോലെ അവർ ശോഭിച്ചു. ഇന്ദ്രജിത്തിന്റെ ആകാശത്തിലെ നുഴഞ്ഞുകയറ്റം ആർക്കും കാണുവാൻ കഴിഞ്ഞില്ല. ഇടതിങ്ങിയ മേഘമാലകൾക്കിടയിൽ സൂര്യൻ മറയുന്നത് പോലെ മായാശക്തിയാൽ അദ്ദേഹം മറഞ്ഞു നിന്നു. വാനരന്മാർ എണ്ണമറ്റ് വീണുകൊണ്ടേയിരുന്നു. അവർ ഓരോരുത്തരായി വീഴുന്ന കാഴ്ച ഉന്മേഷത്തെ ഇല്ലാതാക്കുന്നതായിരുന്നു. ഇപ്പോൾ അവർ കൂട്ടത്തോടെയും വീഴുവാൻ തുടങ്ങി. അതുകൊണ്ട് ലക്ഷ്മണൻ അതിയായി കോപിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, നമ്മുടെ വാനരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസമേറിയ കാരണമായി എനിക്ക് തോന്നുന്നു. ഞാൻ ബ്രഹ്മാസ്ത്രമെടുത്ത് ഈ ഇന്ദ്രജിത്തിന്റെ നേരെ പ്രയോഗിക്കുവാൻ പോവുകയാണ്. രാമൻ പറഞ്ഞു, ബ്രഹ്മാസ്ത്രം ഇപ്പോൾ അയച്ചാൽ അത് വളരെയധികം ജീവനെടുക്കും. ഒരാളുടെ നേർക്കുള്ള കോപത്തിന് എത്രയോ രാക്ഷസന്മാരെ ഹിംസിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ധർമ്മമല്ല. യുദ്ധനിയമങ്ങൾ പറയുന്നത് യുദ്ധം ചെയ്യാത്തവനെയും അഭയം പ്രാപിച്ചവനെയും ഓടിപ്പോകുന്നവനെയും അശ്രദ്ധമായി നിൽക്കുന്നവനെയും കൊല്ലരുതെന്നാണ്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചതും കൂടുതൽ ശക്തിയുള്ള അസ്ത്രങ്ങൾ നമുക്കിനി ഉപയോഗിക്കാം. ഇന്ദ്രജിത്ത് ഭൂമിക്കടിയിലോ പാതാളത്തിലോ ആകാശത്തിലോ പോയി ഒളിച്ചോട്ടെ. എന്നാൽ എൻ്റെ അസ്ത്രങ്ങളുടെ രോക്ഷത്തിൽ നിന്ന് അവന് രക്ഷപ്പെടുവാനാവില്ല തന്നെ. രാവണപുത്രനെ താമസിയാതെ കൊല്ലണമെന്ന് രാമൻ മനസ്സുകൊണ്ട് ഉറച്ചു. ഇന്ദ്രജിത്ത് വാനര സൈന്യത്തിന് വരുത്തിക്കൊണ്ടിരുന്ന വലുതായ നാശം തന്നെയാണ് അതിന് കാരണം. രാമന്റെ മനോഗതം ബുദ്ധിമാനായ ഇന്ദ്രജിത്ത് കൃത്യമായി അറിഞ്ഞു. അദ്ദേഹം ഒട്ടും താമസിയാതെ ലങ്കാനഗരിയിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടരും.